സെൻട്രിഫ്യൂഗൽ കംപ്രസറിൽ ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. എ സെൻട്രിഫ്യൂഗൽ കംപ്രസർ ഹാസ് എ കംപ്രഷൻ റേഷ്യോ ഓഫ് 4:1 with an isentropic efficiency 88% when running at 14,000 rpm and including air at 25 degrees Celsius. Okay, curved vanes at inlet gives the air a pre-whirl of 18 degree to axial direction. ഓക്കെ, ഇതെന്താ ഞാൻ പറയാം. പ്രീ വേൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലം സെലക്ട് ചെയ്തത്. ആക്സിയൽ ഡയറക്ഷൻ അറ്റ് ഓൾ റേഡിയൈ ആൻഡ് ദ മീൻ ഡയമീറ്റർ ഓഫ് ഐ ഈസ് 245 mm. Absolute air velocity at inlet is 120 meter per second. Impeller tip diameter is 580 mm. Then calculate slip factor. സ്ലിപ്പ് ഫാക്ടറിൻ്റെ ഡെഫിനിഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ലിപ്പ് ഫാക്ടർ ഈസ് VW2/U2 ആണ്. അപ്പോൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം തന്ന ഡാറ്റാസ് ഒന്ന് എഴുതാം. ഒരു സെൻട്രിഫ്യൂഗൽ കംപ്രസർ ഉണ്ട്, അതിൻ്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ P2/P1. സപ്പോസ് ഡെലിവറി പ്രഷർ, ഫൈനൽ പ്രഷർ P2 ആണ്, ഇൻലെറ്റ് പ്രഷർ P1 ആണെങ്കിൽ P2/P1 ഈസ് ഈക്വൽ ടു 4. അതാണ് ഫസ്റ്റ് തന്നെ 4/1 അല്ലെങ്കിൽ 4:1 വിത്ത് ആൻ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് 88%. സോ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഈസ് 88% വെൻ റണ്ണിങ് അറ്റ് 14,000 rpm. ഇതിൻ്റെ RPM 14,000 rpm ആണ്. ആൻഡ് ഇൻക്ലൂഡിങ് എയർ അറ്റ് 25 degrees Celsius. അപ്പോൾ കംപ്രസറിലേക്ക് ഇൻക്ലൂഡിങ് എയർ മീൻസ് അതിൻ്റെ ഇൻലെറ്റിലുള്ള എയറിൻ്റെ ടെമ്പറേച്ചർ, ആ എയറിന് അത്രയും ടെമ്പറേച്ചറുള്ള എയറിനെയാണ് കംപ്രസറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഇൻലെറ്റ് എയർ ടെമ്പറേച്ചർ T1 ഈസ് ഈക്വൽ ടു 25 degree Celsius or 298 Kelvin. Then curved vanes at inlet gives the air a pre-whirl of 18 degree to axial direction at all radii and mean diameter of I is 245 mm. സോ ആ സെൻറ്റൻസ് അവിടെ കിട്ടുക. നമുക്ക് മീൻ ഡയമീറ്റർ എഴുതാം. മീൻ ഡയമീറ്റർ അറ്റ് ഐ എന്ന് പറഞ്ഞാൽ ഇൻലെറ്റിലെ D1 എന്ന് പറഞ്ഞ ടേമാണ്. D1 ഈസ് 0.245 മീറ്റർ അല്ലെങ്കിൽ 245 mm. Then absolute air velocity at inlet. Absolute air velocity means V1 ആണ്. V1 is equal to 120 meter per second. Then impeller tip diameter, അതായത് ഔട്ട്ലെറ്റുള്ള ഡയമീറ്റർ D2 എന്ന് പറഞ്ഞാൽ 580 mm അല്ലെങ്കിൽ 0.58 meter. Then calculate slip factor. സ്ലിപ്പ് ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് 5S. ഇക്വേഷൻ VW2/U2 ആണ്. ഈ രണ്ട് സംഭവങ്ങളും കണ്ടുപിടിക്കണം. സോ U2 കിട്ടാൻ പണിയില്ല. U2 ഡയമീറ്റർ D2 തന്നിട്ടുണ്ട്. സോ πD2 n/60 ചെയ്താൽ D2 കണ്ടുപിടിക്കാം. സോ ബാക്കിയുള്ള സംഭവങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇതിൽ ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് പ്രീവേൾ ഓഫ് 18 degree ഇൻ ആക്സിയൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയലി, അതായത് 90 ഡിഗ്രിയിലല്ല വാട്ടർ വരുന്നത്. വാട്ടർ ഒരു ആംഗിളിലാണ് വരുന്നത്. ആംഗിൾ ഒരു പെർട്ടിക്കുലർ ആംഗിളാണ്. അത് പ്രീവേൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻലെറ്റ് ഗൈഡ് വെയിൻസ് യൂസ് ചെയ്തിട്ട് വാട്ടറിന് ഷോക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ് 18 ഡിഗ്രിയിലാണ് ഈ ഒരു ഇമ്പല്ലറിലേക്ക് വരുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ ഒരു ഡിഫറൻസ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ആൽഫ 90 ഡിഗ്രി വെർട്ടിക്കലി ആണ്, റേഡിയലി ആയിരുന്നു വരുന്നത്. ഇവിടെ റേഡിയലി അല്ല, ആക്സിയൽ ഡയറക്ഷനിൽ ഒരു 18 ഡിഗ്രിയിലാണ് വാട്ടർ വരുന്നത്, ഇൻലെറ്റിൽ വരുന്നുള്ളത്. സോ ആ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കാൻ. ഓക്കെ, സോ ഇതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ നോർമലി വരയ്ക്കുന്ന പോലെ തന്നെ സിമ്പിളാണ്, നമുക്ക് ഡയറക്റ്റ്ലി വരയ്ക്കാൻ പറ്റും. നിങ്ങളൊന്ന് വരച്ചു നോക്കുക. സോ ഇങ്ങനെയൊരു ബ്ലേഡ് ഉണ്ട്. സപ്പോസ് ഇതാണ് റൊട്ടേഷൻ. സോ ഇതാണ്
പമ്പിൻ്റെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിൽ റേഡിയൽ ഡയറക്ഷൻ അല്ലെങ്കിൽ ആക്സിയൽ എന്ന് മീൻസ് ഈ ഒരു വെർട്ടിക്കൽ ഡയറക്ഷനാണ്. അതായത് ഇതിന് ടാൻജൻഷ്യൽ, ഇവിടെ ടാൻജൻഷ്യൽ വരച്ചാൽ അതിന് പെർപെൻഡിക്കുലർ ഈ ഡയറക്ഷനാണ് ഇതിൻ്റെ റേഡിയൽ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ആക്സിയൽ ഡയറക്ഷൻ. സെൻട്രിഫ്യൂഗൽ ഇമ്പല്ലറിൻ്റെ സെൻറ്ററിൽ വരുന്ന ഡയറക്ഷൻ, വാട്ടർ ആ ഡയറക്ഷനിലാണ് എൻ്റർ ചെയ്യുക ഇമ്പല്ലറിലേക്ക്. സോ ഈ ആക്സിയൽ ഡയറക്ഷനിൽ നിന്ന് ഒരു 18 ഡിഗ്രി ഡീവിയേറ്റഡ് ആയിട്ടാണ് എയർ എൻ്റർ ചെയ്യുന്നത് കംപ്രസറിലേക്ക്. സോ ഇവിടെ നിന്ന് ഒരു 18 ഡിഗ്രി എടുത്തിട്ടാണ് ഈ ഒരു ആംഗിൾ 18 ഡിഗ്രി, ഈ ഒരു ആംഗിളിലാണ് എയർ കംപ്രസറിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രീവേൾ ഓഫ് 18 ഡിഗ്രി ടു ആക്സിയൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. ആക്സിയൽ ഡയറക്ഷൻ അല്ലെങ്കിൽ റേഡിയൽ ഡയറക്ഷൻ എന്ന് 18 ഡിഗ്രി ഡിവൈഡഡ് എടുക്കുന്നത്. ചിലപ്പം ടാൻജൻഷ്യൽ ഡയറക്ഷൻ എന്ന് 18 ഡിഗ്രി എന്ന് പറയും. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് വേണം ആംഗിൾ എടുക്കാൻ. ഫ്രം ടാൻജൻഷ്യൽ ഡയറക്ഷൻ ഒരു 40 ഡിഗ്രി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതാണ് ടാൻജൻഷ്യൽ ഡയറക്ഷൻ, ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനാണ് ടാൻജൻഷ്യൽ. ആ ഡയറക്ഷനിൽ നിന്ന് 40 ഡിഗ്രി വേണം എടുക്കാൻ, അല്ലെങ്കിൽ 18 ഡിഗ്രി എത്രയാണോ ആംഗിൾ തന്നത് ആ ഡിഗ്രി എടുത്തിട്ട് വേണം B1 വരയ്ക്കാൻ. അപ്പോൾ ഈ കേസിൽ 18 ഡിഗ്രി ഫ്രം ആക്സിയൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് വരയ്ക്കാൻ. ഓക്കെ, സോ ഇവിടെ നിന്ന് ഇതുവരെ ആയിരിക്കും U1 എന്നുള്ള ഇൻലെറ്റ് വെലോസിറ്റി ഉണ്ടാവുക. സോ ഇതായിരിക്കും ഇതിൻ്റെ VR1. ഓക്കെ, നൗ വി ക്യാൻ കാൽക്കുലേറ്റ്. ഇതിന് 2 കോമ്പണൻസ് ഉണ്ടാവും, VF1ഉം. ഈ കേസിൽ ഈ കോമ്പണൻ്റ് ആണ് VF1, ഈ വെർട്ടിക്കൽ കോമ്പണൻ്റ് ആയിരിക്കും VF1, ഇത്രയും ഒറിസോണ്ടൽ കോമ്പണൻ്റ് ആയിരിക്കും VW1. ഇതിൽ VW1 0 അല്ല, ഒരു ആംഗിളിലാണ് എയർ എൻട്രി ചെയ്യുന്നത്. സോ VW1 ഒരു വാല്യൂ ഉണ്ട്. സോ ഇത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നത്. U1 എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് ആയിരിക്കും U1. ഓക്കെ, U1 കിട്ടി. നൗ നമുക്ക് ബാക്കിയുള്ള ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളും എല്ലാം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. സോ ഇമ്പല്ലർ ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇങ്ങനെയാണ് വരച്ചത്. സോ ഇങ്ങനെ വരച്ചോളും. നമുക്ക് ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബാക്ക്വേർഡ് ഇമ്പല്ലർ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും സാധാരണ ഉണ്ടാവുക. തിരിച്ച് വരച്ചു പോയതാണ്, നമുക്ക് വരയ്ക്കാൻ എളുപ്പമുണ്ടാവും. ഇതാണ് ബ്ലേഡ്, ഈ ഗ്രീൻ ബ്ലേഡാണ്, ഇതാണ് ഇമ്പല്ലർ. ഇത് നോക്കണ്ട, ഈ ബ്ലൂ ഇത് നോക്കണ്ട, ഞാൻ റിവേഴ്സ് ഫോർവേഡ് വെയിനായിട്ടാണ് വരച്ചത്. നൗ ആസ് യൂഷ്വൽ ഇവിടുന്ന് VR2 പുറത്തേക്ക് വരും, ബ്ലേഡ് ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ നമുക്കൊരു U2 വെലോസിറ്റി ഈ ഒരു ഡയറക്ഷനിൽ U2 ഉണ്ടാവും. ദെൻ V2, ഇതിന് 2 കോമ്പണൻറ്റ് VF2, ഇത് VW2, ഈ ടോട്ടൽ ലെങ്ത് U2 ആയിരിക്കും. ബാക്കിയെല്ലാം സെയിം. ഇത് ബീറ്റ ഫൈ, അതേമാതിരി VR1 ഇവിടെ തീറ്റ, ഇത് ആൽഫ. ഓക്കെ, ഇത്രയായിരിക്കും വെലോസിറ്റി ട്രയാങ്കിൾ വരിക. ഇതിൽ വ്യത്യാസം, ഇവിടെ ഇൻലെറ്റ് ട്രയാങ്കിളിൽ സാധാരണ കോമൺലി സെൻട്രിഫ്യൂഗൽ കംപ്രസർ ആകുമ്പോൾ 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഈ ഒരു പോർഷനേ ഉണ്ടാവുള്ളൂ. ബട്ട് ഈ ഒരു കേസിൽ ഒരു ഇൻലെറ്റ് ആംഗിളിലാണ് എൻട്രി എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കില്ല, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നൗ നമുക്ക് സാധാരണ പോലെ തന്നെ എല്ലാ സാധനങ്ങളും കണ്ടുപിടിക്കാം. ഫസ്റ്റ് U1 ഈസ് ഈക്വൽ ടു പൈ D1 N/60. സോ പൈ ഇൻറ്റു D1 ഈസ് 0.245 ഇൻറ്റു N എന്ന് പറഞ്ഞാൽ 14,000 ഡിവൈഡഡ് ബൈ 60. സോ U1 ആൻസർ കിട്ടും. U1 ഈസ് 179.6 meter per second. Similarly, U2 pi D2 N/60 എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൈ ഇൻറ്റു D2 എന്ന് പറഞ്ഞാൽ 0.580. 58 into 14,000 divided by 60. So U2, the value of U2 is 425.16. 425.16 meter per second ആയിരിക്കും U2.
ഓക്കെ, സോ U1ഉം U2ഉം കിട്ടി. നൗ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിയാണ് അടുത്ത് തന്നിട്ട്. ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിയും ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. സോ ആ ഒരു ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ടെമ്പറേച്ചറൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് VW2 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ഡയറക്റ്റ്ലി ഓയിലർ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആ ഒരു കണ്ടീഷൻ കിട്ടണമെങ്കിൽ ഹിയർ നമ്മളിവിടെ സപ്പോസ് അസ്യൂം ദാറ്റ് ക്വസ്റ്റ്യനിൽ വർക്ക് ഫാക്ടർ ഒന്നും തന്നിട്ടില്ല. സോ വർക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 5W എന്ന് പറഞ്ഞാൽ വർക്ക് ഫാക്ടർ മീൻസ് ആക്ച്വൽ വർക്ക് ഇൻപുട്ട്, ആക്ച്വൽ വർക്ക് ഇൻപുട്ട് ഡിവൈഡഡ് ബൈ ഓയിലർ വർക്ക് ഇൻപുട്ടാണ് അല്ലേ, ഓയിലർ വർക്കാണ്. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് VW2 കണ്ടുപിടിക്കാൻ. കാരണം ഔട്ട്ലെറ്റിലെ വേറെ സാധനങ്ങളൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് V1 മാത്രമേ അറിയാം, V1 120 ആണെന്ന് അറിയാം, ഡയമീറ്റർ അറിയാം. ബാക്കി ഔട്ട്ലെറ്റ് കണ്ടീഷനൊന്നും അറിയാത്തതുകൊണ്ട് VW2 കണ്ടുപിടിക്കാൻ നമുക്ക് ടെമ്പറേച്ചറാണ് തന്നിട്ടുള്ളത്, ടെമ്പറേച്ചർ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി. സോ നമുക്ക് 5W എന്ന് പറഞ്ഞാൽ വർക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഓയിലർ വർക്ക് ഡൺ ആണ്. സോ ഞാൻ ഈ ഒരു സാധനം 5W വർക്ക് ഫാക്ടർ എന്നുള്ളത് 1 ആക്കി അസ്യൂം ചെയ്തു, ക്വസ്റ്റ്യനിൽ പറയാത്തതുകൊണ്ട്. അതായത് ആക്ച്വൽ വർക്ക് ഡൺ തന്നെയാണ് ഓയിലർ വർക്ക് ഡൺ, ഇത് ഡിഫറൻസ് ഒന്നുമില്ല. സെയിം തിയറട്ടിക്കൽ വർക്കും ആക്ച്വൽ വർക്കും സെയിം ആണ്, ഐഡിയൽ കേസാണെന്നുള്ളതിൽ ഇങ്ങനെ അസ്യൂം ചെയ്തു. സോ നമുക്ക് എന്ത് എഴുതാം? ആക്ച്വൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഓയിലർ വർക്ക് ഡൺ ഇൻപുട്ട്. ഓക്കെ, വർക്ക് ഇൻപുട്ട്, ആക്ച്വൽ വർക്ക് ഇൻപുട്ട് ഈസ് ഈക്വൽ ടു ഓയിലർ വർക്ക് ഇൻപുട്ട് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ആക്ച്വൽ വർക്ക് ഡൺ ഓയിലർ വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? ആക്ച്വൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ CP ഇൻറ്റു പെർ യൂണിറ്റ് മാസ് ആണെങ്കിൽ CP ഇൻറ്റു T2 മൈനസ് T1 ആണ് ഇൻ ടേംസ് ഓഫ് സ്റ്റാറ്റിക് പ്രഷർ. ഇനി വേണമെങ്കിൽ T02 മൈനസ് T01 എന്ന് എഴുതാം ഇൻ ടേംസ് ഓഫ് സ്റ്റാഗ്നേഷൻ പ്രഷർ. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാറ്റിക് ടെമ്പറേച്ചറാണ് തന്നിട്ടുള്ളത്, T1 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ സ്റ്റാറ്റിക് ടെമ്പറേച്ചറിൻ്റെ ടേംസിൽ ആക്ച്വൽ വർക്ക് ഡൺ എഴുതി. ഇറ്റ്സ് ഈക്വൽ ടു ഓയിലർ വർക്ക് ഡൺ. ഓയിലർ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ VW2 U2 മൈനസ് VW1 U1 എന്ന് വരും. ഓക്കെ, ആസ് ആൻ ഐഡിയൽ കേസ്. സോ ഈ ഒരു എക്സ്പ്രഷനിൽ CP ഓഫ് എയറിൻ്റെ CP ക്വസ്റ്റ്യനിൽ തന്നില്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യണം ഇറ്റ്സ് അറൗണ്ട് 1.005 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. T1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, T1 അറിയാം. ഇനി ഇതിൽ VW1 U1 ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. VW2 കിട്ടും, അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. നൗ നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി നമുക്കറിയാം. എഫിഷ്യൻസി ഐസെൻട്രോപ്പിക് ഈസ് ഈക്വൽ ടു, ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? T2- മൈനസ് T1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. അതായത് നമുക്ക് TS ഡയഗ്രം ഒന്ന് ഓർമ്മിച്ചാൽ മതി. TS ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ TS ഡയഗ്രം ഇതാണ് ഫസ്റ്റ് P1 എന്നുള്ള പോയിന്റ്, ഇതാണ് ടെമ്പറേച്ചർ T1 എന്ന് വിളിച്ചു, T1. ദെൻ ഇതാണ് ഡെലിവറി പ്രഷർ P2. ഫസ്റ്റ് ഐസെൻട്രോപ്പിക്കലി കംപ്രസ് ചെയ്യണം, ഐഡിയൽ കേസിൽ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഇതാണ് T2-. ബട്ട് അതിന് ഡീവിയേഷൻ ഉണ്ടാവും, കംപ്രഷൻ ഐസെൻട്രോപ്പിക് ആയിട്ട് നടക്കില്ല, ഡീവിയേറ്റ് ചെയ്ത് പോവും. ഇതാണ് T2, ഈ പോയിന്റിലെ ടെമ്പറേച്ചർ, ഈ ടെമ്പറേച്ചറാണ് T2 എന്ന് പറയുന്നത്. ദെൻ ഈ റേഷ്യോ T2- മൈനസ് T1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1, ഈ ഐസെൻട്രോപ്പിക് കംപ്രഷൻ ഡിവൈഡഡ് ബൈ ആക്ച്വൽ കംപ്രഷൻ, ഈ റേഷ്യോനെയാണ് നമ്മൾ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഐസെൻട്രോപ്പിക് വർക്ക് ഡൺ ഡിവൈഡ് ബൈ ആക്ച്വൽ വർക്ക് ഡൺ, അതാണ് ഡെഫിനിഷൻ. സോ T2- മൈനസ് T1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ആണ് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇത് 0.88 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നൗ വി ഓൾസോ നോ ദാറ്റ് ഈ ഒരു ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആണെങ്കിൽ, ഈ ഒരു കേസ് ആണെങ്കിൽ നമുക്ക് ഐസെൻട്രോപ്പിക് കംപ്രഷൻ്റെ കേസിൽ നമുക്ക് എന്ത് എഴുതാം? T2- ഡിവൈഡഡ് ബൈ T1 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ P2 ആണ്, ഈ ഒരു ഡെലിവറി പ്രഷർ P2 ആണ്. P2 ബൈ P1 ഹോൾ റേസ് ടു ഗാമ -1 ബൈ ഗാമ എന്ന് എഴുതാം.
ദിസ് ഈസ് എക്സ്പ്രഷൻ ഈസ് ഓൺലി ഫോർ ഐസെൻട്രോപ്പിക് കംപ്രഷൻ. നമുക്ക് ഐസെൻട്രോപ്പിക് ഇക്വേഷൻ പി വി ഈസ് ഈക്വൽ ടു പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള കണ്ടീഷനും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈസ് ഈക്വൽ ടു എം ആർ ടി എന്നുള്ള ഇക്വേഷനും കൂടി കമ്പൈൻ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ഒരു റിലേഷനാണിത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. T2-/T1 ഈസ് ഈക്വൽ ടു ആക്ച്വലി P2- ആണ്. P2- P2 സെയിം ആണ്, ഡെലിവറി പ്രഷർ സെയിം ആണ്. സോ P2/P1 ഹോൾ റേസ് ടു ഗാമ -1/ഗാമ എന്ന് വരും. ഓക്കെ, സോ ഇതിൽ തന്നിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ T2- നമുക്കറിയില്ല. സോ T2- എന്ന് വെക്കാം. T2-/T1 എന്ന് പറഞ്ഞാൽ 298 ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ പ്രഷർ റേഷ്യോ P2/P1 എന്ന് പറഞ്ഞാൽ ഫൈനൽ പ്രഷർ ബൈ ഇൻലെറ്റ് പ്രഷർ. ഇറ്റ്സ് എ പ്രഷർ റേഷ്യോ 4 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 4 ഓൾ റേസ് ടു ദെൻ ഗാമ. ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഗാമേൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ യു ഹാവ് ടു ടേക്ക് ഗാമ ഈസ് ഈക്വൽ ടു ഗാമ ഫോർ എയർ ഈസ് അപ്രോക്സിമേറ്റ്ലി 1.4. സോ 1.4 - 1 ഡിവൈഡഡ് ബൈ 1.4 എന്ന് വരും. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഗാമയ്ക്ക് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ എടുക്കുക, ഇല്ലെങ്കിൽ 1.4 ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് T2-. ഈ ഒരു ടെമ്പറേച്ചർ ഗ്രാഫിൽ ഈ ഒരു പോയിന്റിൽ ടെമ്പറേച്ചർ കിട്ടും. T2- ഈസ് ഈക്വൽ ടു 298 ഇൻറ്റു ദിസ് ക്വാണ്ടിറ്റി. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് 442.83 കെൽവിൻ എന്ന് വരും. 442.83 കെൽവിൻ. ഓക്കെ, ഈ ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസീൻ്റെ ടേംസിൽ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.88 ഐസെൻട്രോപ്പിക് തന്നിട്ടുണ്ട്, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.88 ഈസ് ഈക്വൽ ടു ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി 0.88 ഈസ് ഈക്വൽ ടു T2-. T2- എന്ന് പറഞ്ഞാൽ 442.83 മൈനസ് T1 എന്ന് പറഞ്ഞാൽ 298 ഹോൾ ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. T1 അറിയുള്ളൂ, ഞാൻ T2 - T1 തന്നെ വിളിച്ചു. നമുക്കതാണ് ആവശ്യം. T2 - T1 അതേപോലെ കൊടുക്കുക. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ കാൽക്കുലേറ്റ് T2 - T1 ഈസ് ഈക്വൽ ടു 442.83 മൈനസ് 298 ഹോൾ ഡിവൈഡഡ് ബൈ 0.88 എന്ന് വരും. ഹോൾ ഡിവൈഡ് ബൈ 0.88. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ T2 - T1 എന്ന് പറഞ്ഞാൽ 164.57 എന്ന് വരും. ഓക്കെ, സോ T2 - T1 എന്ന് പറഞ്ഞാൽ 164.57 ആണ്. സോ T2 - T1 കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ T2 - T1ൻ്റെ വാല്യൂ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, CP ഇൻറ്റു T2 - T1 എന്നുള്ള ഇക്വേഷൻ ഇത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? CP ഓഫ് എയർ, ഇതും ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്, ഓർമ്മിച്ച് വെക്കുക. CP ഓഫ് എയർ ഈസ് ഈക്വൽ ടു 1.005 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ ഈ വാല്യൂ വേണം സ്പെസിഫിക് ഹീറ്റ് ഓഫ് എയർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ. സോ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. CP ഓഫ് എയർ ഈസ് 1.005 കിലോ ജൂൾ ആയതുകൊണ്ട് ഇൻറ്റു 10⁻³ ഇൻറ്റു T2 - T1. T2 - T1 എന്ന് പറഞ്ഞാൽ 164.57 ആണ്. 164.57 ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് U2 U1 അറിയാം, VW2 VW1 നമുക്ക് അറിയില്ല. VW2 U2 മൈനസ് VW1 U1 അവിടെ എഴുതി വെക്കാം. ഓക്കെ, സോ ഇതിൽ ഈ ലെഫ്റ്റ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം. കംപ്ലീറ്റ് നോൺ വാല്യൂസ് ആണ്. U2 അറിയാം, U1 അറിയാം. നമുക്ക് VW1 VW2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ VW2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പ് ഫാക്ടർ കണ്ടുപിടിക്കാം. സോ ഈ VW1 എങ്ങനെ കിട്ടും നോക്കാം. ഹൗ ടു കാൽക്കുലേറ്റ് ദിസ് VW1, അതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഈ VW1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വെലോസിറ്റി ട്രയാങ്കിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ വെലോസിറ്റി ട്രയാങ്കിളിൽ നമുക്ക് ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പം ഫ്രം ദ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ നമുക്ക് ഇതാണ് ബ്ലേഡ്. ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ഞാൻ ഒന്നും കൂടി വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് V1 വരുന്നത്. ഈ ആംഗിള്
18 ഡിഗ്രിയാണ്. V1 കാണുന്നില്ലല്ലേ. സോ ഇതാണ് V1 18 ഡിഗ്രി, ഇതാണ് U1, ഇത് VR1. നൗ ഇതിൻ്റെ രണ്ട് കോമ്പണൻറ്റ്, ഈ കോമ്പണൻറ്റ് VF1, ഈ ഒരു ഇത്രയും പോർഷൻ VW1 ആണ്. ഈ ആംഗിൾ 18 ഡിഗ്രിയാണ്. ഈ ക്വസ്റ്റ്യനിൽ V1ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. V1 ഈസ് ഈക്വൽ ടു 120 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. സോ നമുക്ക് വേണ്ടത് VW1 ആണ്. സൈൻ 18 കൺസിഡർ ചെയ്തു. ഫ്രം ദിസ് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ സൈൻ ഓഫ് 18 ഡിഗ്രി ഈസ് ഈക്വൽ ടു VW1 ഡിവൈഡഡ് ബൈ V1 എന്ന് വരും. ഫ്രം ദിസ് VW1 ഈസ് ഈക്വൽ ടു V1 സൈൻ 18, അതായത് 120 ഇൻറ്റു സൈൻ 18 ഡിഗ്രി. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ VW1ൻ്റെ വാല്യൂ കിട്ടും. ഇറ്റ്സ് ഈക്വൽ ടു 37.08 മീറ്റർ പെർ സെക്കൻഡ്. സോ VW1 കിട്ടി ഫ്രം ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ. നൗ വി ആർ ഇൻ എ പൊസിഷൻ ടു കാൽക്കുലേറ്റ് VW2. VW1 കിട്ടി, U2 U1 അറിയാം, VW2 മാത്രമേ അൺനോൺ ഉള്ളൂ. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ കാൽക്കുലേറ്റ് VW2. ഓക്കെ, സോ VW2 എന്ത് വരും നോക്കാം. സോ VW2 ഇൻറ്റു U2 for 25.16 മൈനസ് VW1 into U1. VW1 means 37.08 into U1, 179.6 is equal to 1.005 into 10 raised to 3 into 164.57. Okay, 164.57. Simplify, you will get VW2 as 404.08 meter per second. Now you can calculate slip factor. 5s is equal to VW2 divided by U2. Slip factor is equal to VW2 divided by U2. It's equal to 404.08 divided by U2 is 425.16 is equal to 4.9504. ഓക്കെ, സോ ഇതാണ് സ്ലിപ്പ് ഫാക്ടർ. ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക, സ്വന്തമായി ട്രൈ ചെയ്ത് നോക്കുക. സിമിലർ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.